മേസണറി എന്താണ്, എങ്ങനെയാണ് നമ്മളതിൻ്റെ വർക്ക്. അപ്പോൾ ബ്രിക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ബ്രിക്ക് എങ്ങനെയാണ് നമ്മളതിനെ കൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് വരുമ്പോൾ ഒരു വാള് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പിയർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മേസണറി വർക്കിൽ നമ്മളോട് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ ബ്രിക്ക് മേസണറി, ഇപ്പോൾ നമുക്ക് മറ്റേ സ്റ്റോൺ മേസണറിയിൽ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വന്നു അല്ലേ, ആഷ്ലാർ, റബിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡ്രസ്സ് ചെയ്തും ചെയ്യാതെയും അതിനെ പല രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നുണ്ട്, മോട്ടാർ ഉപയോഗിച്ചും ഉപയോഗിക്കാണ്ടൊക്കെ. പക്ഷെ ബ്രിക്ക് മേസണറി എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നില്ല. കാരണം ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന നാളെ നമ്മൾ പഠിച്ചിട്ടുള്ള ബ്രിക്ക് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 19x9x9 ആക്ച്വൽ സൈസ് അല്ലെങ്കിൽ നോർമൽ സൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് 20x10x10 നമ്മൾ പഠിച്ചാണ്. ഈ സൈസിലുള്ള ബ്രിക്കാണ് നമ്മൾ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്രിക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ബ്രിക്ക് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, അതിൻ്റെ നീളവും വീതിയും അതിൻ്റെ ഹൈറ്റും ഒക്കെ ഈക്വൽ ആയിരിക്കും, അതിൻ്റെ കളറ് ഈക്വൽ ആയിരിക്കും, എല്ലാം ഒരേപോലെ ആയിരിക്കും അല്ലേ. പിന്നെ നമുക്കതിൽ വേറെ ക്ലാസിഫിക്കേഷൻസ് വരുന്നില്ല. പിന്നെ നമുക്കതിൽ വരുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് ഉപയോഗിക്കും. അതായത് നമ്മൾ നേരത്തെ ബ്രിക്കിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, ബേണിങ് ചെയ്ത് ക്ലാമ്പ് ബേണിങ്ങും കില്ലൻ ബേണിങ്ങും ഒക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അത് എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ബ്രിക്കിനെ തരംതിരിക്കുന്നതല്ലാതെ ബ്രിക്ക് മേസണറിയെ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രിക്ക് മേസണറിൽ ആദ്യം തന്നെ പറയുന്നത് ഇതാണ്, നമ്മൾ മോർട്ടാർ ഉപയോഗിച്ച് ഇഷ്ടികകളെ, അതായത് ബ്രിക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബ്രിക്ക് മേസണറി എന്ന് പറയുന്നത്. മോർട്ടാർ ഉപയോഗിച്ചിട്ട് ബ്രിക്കുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ചെയ്യുന്നതിന് വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മേസണറി വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. കല്ലുകൾ ഉപയോഗിക്കുന്ന തരം മോർട്ടാർ തന്നെ ഇഷ്ടിക ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ ഏത് ടൈപ്പ് മോർട്ടാറാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അതിന് വ്യത്യാസം വരുന്നുണ്ട്. അതായത് സിമൻറ്റ് മോർട്ടാർ, നമ്മൾ മോർട്ടാർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്, അതിൽ പല ടൈപ്പ് മോർട്ടാറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ സിമൻറ്റ് മോർട്ടാറുണ്ട്, ലൈം മോർട്ടാറുണ്ട്, സിമൻറ്റ് ലൈം മോർട്ടാർ, ലൈം സുർക്കി മോർട്ടാർ, അതുപോലെ മഡ് മോർട്ടാർ. ഇത്തരത്തിലുള്ള മോർട്ടാർ, മഡ് എന്ന് പറഞ്ഞാൽ മണ്ണ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയുള്ളൂ കേട്ടോ. മണ്ണ് ചെളിയാക്കിയിട്ട് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, മണ്ണ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ട്, മോർട്ടാറൊന്നും അല്ലെന്നില്ല, മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇഷ്ടികകൾ ഉണ്ടാക്കുന്നതും. അതുപോലെ തന്നെ നമ്മളതിൽ ഈ മോർട്ടാറായിട്ട് ഉപയോഗിച്ചിരുന്നതും മണ്ണ് തന്നെയായിരുന്നു. അപ്പോൾ മഡ് മോർട്ടാർ. ആ അവിടെ ഇംഗ്ലീഷ് ബോണ്ട് ആയിക്കോട്ടെ, ഞാൻ അറിയായിരുന്നു, ഞാൻ എന്നാലും ഒന്ന് തുടങ്ങി വെച്ചത്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായില്ലേ ക്ലാസ്സുകൾ എടുത്തിട്ട്, അപ്പോൾ ഞാനതൊന്ന് സ്റ്റാർട്ടിങ് തൊട്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണുള്ളൂ. ഓക്കെ, അപ്പോൾ മഡ് മോർട്ടാർ, അപ്പോൾ ഇങ്ങനെ മോർട്ടാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൽ വരുന്നത് നമ്മൾ ആ ഇഷ്ടികയുടെ അതെങ്ങനെയാണ് ആ പാറ്റേൺ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് ബ്രിക്ക് മേസണറി അല്ലെങ്കിൽ സ്റ്റോൺ മേസണറിനെ അപേക്ഷിച്ച് എന്തൊക്കെ പ്രത്യേകതകൾ നമുക്ക് ബ്രിക്ക് മേസണറിക്ക് ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട് സ്റ്റോൺ മേസണറി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ അതിൻ്റെ കുറച്ച് ക്വാളിറ്റീസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ ഫേസുകൾ പറഞ്ഞിരുന്നു, ബ്രിക്കിൻ്റെ ഫേസുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് അതിൻ്റെ ലെങ്ത്ത് വൈസ് വരുന്ന ഫേസിനെ നമ്മൾ സ്ട്രക്ചർ എന്നും വിഡ്ത്ത് വൈസ് വരുന്ന ഫേസിനെ നമ്മൾ ഹെഡർ എന്നും പറയുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വർക്കുകൾക്കൊക്കെ നമുക്കിത് ആവശ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. അതായത് ലെങ്ത്ത് ഫേസ് വരുന്നതിന് നമ്മൾ സ്ട്രക്ചർ എന്നും വിഡ്ത്ത് ഫേസ് വരുന്നതിന് നമ്മൾ ഹെഡർ എന്നുമാണ് നമ്മൾ പറയുന്നത്. അതെപ്പോഴും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം, സ്ട്രക്ചർ, ഹെഡർ. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളൊക്കെയാണ്. ലാപ്പ് നമുക്കറിയാം, ജോയിൻറ്റ്, ആ രണ്ട് ബ്രിക്കുകൾ തമ്മിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പ്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ പെർപെൻഡ്, ഇപ്പോൾ നമ്മൾ ഒന്നിടവിട്ടിട്ട് നമ്മളൊരു ബ്രിക്കുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിലിങ്ങനെ ഒരു സിമ്പിൾ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട് പെർപെൻഡ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു ലെയർ കഴിഞ്ഞിട്ട് അടുത്ത ലെയർ വെച്ച് പിന്നെ അതിൻ്റെ മുകളിലത്തെ ലെയർ വരുമ്പോൾ ആ രണ്ട് ലെയറുകളിലെ ലൈനുകൾ തമ്മിൽ ഒരേപോലെ ഇരിക്കണം, ഒരേ ലൈനിലായിരിക്കണം. ആ ലൈൻ വരച്ച് കാണിച്ചിരിക്കണം കണ്ടോ,
അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ വേറെ ലെയർ വരുമ്പോൾ ആ ലൈനും ഒരേപോലെ വരണം. അതിനെയാണ് നമ്മൾ പെർപെൻസ് എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ എന്നുള്ള മീനിങ്ങിലാണ് പെർപെൻസ് എന്നുള്ളത് പറയുന്നത്. പിന്നെ ബെഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഇഷ്ടികയുടെ മുകളിൽ നമ്മൾ മോട്ടാർ ഇടില്ലേ, ആ ഇതിനെയാണ് ബെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് മോട്ടാർ ഇട്ടതിന് ശേഷമാണല്ലോ നമ്മൾ അതിൻ്റെ മുകളിൽ, അതായത് ഹൊറിസോണ്ടൽ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ ബെഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്ലോസർ പല ടൈപ്പ് ഉണ്ട്. ക്യൂൻ ക്ലോസർ ഉണ്ട്, കിങ് ക്ലോസർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലെ ക്ലോസറുകൾ. അതായത് ബ്രിക്ക് ബാറ്റുകൾ തന്നെയാണ് നമ്മളിത് പറയുന്നത്. അതായത് ബ്രിക്കിനെ നമ്മളിപ്പോൾ ഫുൾ ബ്രിക്കിനെ നമുക്കറിയാം ഒരു ബ്രിക്ക് എന്ന് തന്നെയാണ് പറയുക. പക്ഷേ അതിനെ ഓരോ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ അതിന് ഓരോ പേരുകളുണ്ട്. നമുക്കതിനെ ഓരോ രീതിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ വെർട്ടിക്കലി ലെങ്ത് വൈസ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്യൂൻ ക്ലോസർ എന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ ക്വാർട്ടർ ക്ലോസർ എന്ന് പറയും. അതായത് ബ്രിക്കിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗമാണെങ്കിൽ അതിനെ അങ്ങനെ പറയും. പിന്നെ കിങ് ക്ലോസർ, അതായത് ലെങ്ത് വൈസിൻ്റെ പകുതിയും വിഡ്ത്ത് വൈസിൻ്റെ പകുതിയും അങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കോർണറാണ് കട്ട് ചെയ്ത് കളയണത്. അപ്പോൾ അതിൻ്റെ വരച്ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ലെങ്ത് സ്ട്രക്ചർ ഫേസിൻ്റെ പകുതിയും ഹെഡർ ഫേസിൻ്റെ പകുതിയിൽ നിന്ന് എടുത്തിട്ട് ആ കോർണറാണ് കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബിവൽഡ് ക്ലോസർ. അപ്പോൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് കളയുന്നതിനനുസരിച്ചിട്ട് ഇതിന് ഓരോ പേരുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓരോ ഇത് എന്താ പറയാന്ന്, ലെങ്ത് വൈസ് കട്ട് ചെയ്യുമ്പോൾ എന്ത് പറയും, അല്ലെങ്കിൽ കോർണർ ടു കോർണർ കട്ട് ചെയ്യുമ്പോൾ എന്ത് പറയും, ഇങ്ങനെ, അല്ലെങ്കിൽ ഹെഡറിൻ്റെ വിഡ്ത്തിൽ നിന്ന് കോർണറിലേക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് പറയും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ വൺ വേർഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം അതിൽ പിന്നെയും കുറേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ട് ചെയ്ത് വരച്ചിരിക്കുന്ന ഇഷ്ടികയുടെ പല രൂപങ്ങളിൽ വരുന്നതിൻ്റെയൊക്കെ കുറേ, അതായത് വൺ സൈഡ് വരുന്ന വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊന്നും നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, പക്ഷെ മനസ്സിലാക്കി വയ്ക്കുക. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ബോണ്ട്, നമ്മളിവിടെയാണ് നിർത്തിയിരുന്നത്, ബ്രിക്ക് വർക്കിൻ്റെ ബോണ്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ബോണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഡ്രോയിങ്ങിലും ഇത് ചെയ്യേണ്ടതാണ്. ഈ വർക്ക്, ഈ ബോണ്ടുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പിക്ചറുകളും താഴെയുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വരച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വീട്ടിലിരുന്നിട്ട് വരച്ച് പഠിച്ചാലും മതി. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബോണ്ടുകൾ, അതായത് ഇപ്പോൾ നമ്മൾ ചുമരുകൾ പണിയുന്ന സമയത്ത് എല്ലാതും ഒരേപോലെ ആവണമെന്നില്ല, ഒരേ സിസ്റ്റത്തിൽ തന്നെ പണിയണമെന്നില്ല. അപ്പോൾ അതിന് പല ഇതായിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്, പല ടൈപ്സ്, അതായത് പല ബോണ്ടുകളായിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചിരിക്കുന്നത്. ആ ബോണ്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് സ്ട്രക്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഗാർഡൻ വാൾ ബോണ്ട്, റാക്കിംഗ് ബോണ്ട്, അതുപോലെ തന്നെ ഡച്ച് ബോണ്ട്, സിഗ്സാഗ് ബോണ്ട്, ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്, ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്, ഫേസിംഗ് ബോണ്ട്. ഇത്രയും ഒരു 11 ടൈപ്പ് ബോണ്ടുകളെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഇതിൽ പക്ഷേ ഞാൻ ഇത് എല്ലാം നിങ്ങൾക്ക് എടുക്കണില്ല. അതായത് ആദ്യത്തെ 4 ബോണ്ടുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് സ്ട്രക്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഈ 4 ബോണ്ടുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അതും 4 എണ്ണം കയ്യിൽ ബുക്കുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബാക്കിയുള്ളത് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അത് വായിച്ച് നിങ്ങളത് മനസ്സിലാക്കി വെച്ചോ, കാരണം മലയാളത്തിലല്ലേ എഴുതിയിരിക്കണം, അത് ഇന്നതാണെന്നുള്ളത്. പക്ഷേ ഈ 4 എണ്ണമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ സ്ട്രക്ചർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, അതൊരു പേരാണ്. ആ പേരെന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബ്രിക്കിൻ്റെ ലെങ്ത് വൈസ് ഉള്ള ഫേസിനെ പറയുന്ന പേരാണെന്ത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. വിഡ്ത്ത് വൈസിലുള്ള ഫേസിനെ പറയുന്ന പേരാണെന്ത്, ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സ്ട്രക്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ആ ഫേസ് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, കണ്ടോ, ഫുള്ള് അതിൻ്റെ ലെങ്ത് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫുള്ള് ഓരോ ലെയറും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ സ്ട്രക്ചർ ഫേസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചർ ബോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഹെഡർ ബോണ്ടും അതുപോലെ തന്നെയാണ്. അത് കൊടുത്തിരിക്കുന്നത്, അതായത് കംപ്ലീറ്റ് അത് ഹെഡർ ആയിട്ടായിരിക്കും നമുക്കത് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ എന്താ വെച്ചാൽ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൽ ക്യൂൻ ക്ലോസറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒരുപോലെ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ അതിൽ കൊടുക്കുന്നത് ഹെഡർ ബോണ്ടുകളാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂവും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്.
അപ്പോൾ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ് മൊത്തം എങ്ങനെയായിരിക്കും, സ്ട്രക്ചർ ഫേസിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതാണ് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് സ്ട്രക്ചർ? നമ്മുടെ ബ്രിക്കിൻ്റെ ലെങ്ത് വൈസിലുള്ള ഫേസിനെ പറയുന്ന പേരാണ് എന്ത്, സ്ട്രക്ചർ. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തതാണ് എന്തെന്ന്, ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ വിഡ്ത്ത് വൈസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അത്രയും ഉണ്ടാവില്ലേ, 10 10 10 10 അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് പോലെ ആയിരിക്കും നമുക്ക്. ഇത് പ്ലാനും ഇത് അതിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹെഡർ ഇങ്ങനെ അടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡർ ബോണ്ട് എന്ന്. അതായത് ഹെഡർ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അതിൻ്റെ തിയറിക്ക് നമ്മളിങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, ഒരു ബ്രിക്കിൻ്റെ വിഡ്ത്ത് ഫേസിനെ നമ്മൾ ഫേസാക്കി നമ്മൾ ഒരു മേസണറി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരം മേസണറി നമ്മൾ ആ ബോണ്ടിനെ നമ്മൾ എന്തെന്ന് പറയും, ഹെഡർ ബോണ്ട് എന്ന് പറയും. അത് ലെങ്ത് വൈസിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും, സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയും. ഇത്രയാണ് ഈ ഹെഡർ ബോണ്ടും സ്ട്രക്ചർ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി വരുന്നപ്പോൾ സ്ട്രക്ചർ ബോണ്ടും ഹെഡർ ബോണ്ടും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ലെങ്ത് വൈസ് ആണെങ്കിൽ അത് സ്ട്രക്ചർ ബോണ്ടും, വിഡ്ത്ത് വൈസിലാണ് അത് വെക്കുന്നതെങ്കിൽ അത് ഹെഡർ ബോണ്ടുമാണ്. അതായത് അതിൻ്റെ ഫേസ് ഇട്ടാ അതിൻ്റെ എലിവേഷൻ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, അതിൻ്റെ എലിവേഷൻ നോക്കുമ്പോൾ, അതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഹെഡർ മാത്രമാണ് കാണുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചർ മാത്രമാണ് കാണുന്നത്. അപ്പോൾ സ്ട്രക്ചർ മാത്രമാണെങ്കിൽ അത് സ്ട്രക്ചർ ബോണ്ടും, മറ്റേതാണെങ്കിൽ അതായത് ഹെഡർ മാത്രമാണ് കാണുന്നതെങ്കിൽ അത് ഹെഡർ ബോണ്ടുമാണ്. അത് രണ്ടും ക്ലിയർ അല്ലേ? അടുത്തതാണ് നമുക്ക് ഇതിലും ഇമ്പോർട്ടൻ്റ്. ഇത് രണ്ടുമാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, അതായത് കഴിഞ്ഞ 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പുതിയ റിവിഷൻ പ്രകാരം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഹെഡർ ബോണ്ടും സ്ട്രക്ചർ ബോണ്ടും കഴിഞ്ഞ് നെക്സ്റ്റ് പറയുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന മേസണറി വർക്ക്, അതായത് നിങ്ങളിപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും. അതിൽ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോണ്ടാണ് എന്ത്, ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടിലാണ് നമ്മൾ സാധാരണ നമ്മുടെ വാളുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ് എന്തെന്ന് പറയുക, ഇംഗ്ലീഷ് ബോണ്ടാണ്. ഇംഗ്ലീഷ് ബോണ്ടിനെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇത് ചോദിക്കാറുണ്ട്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഏതാണെന്നുള്ളത്. ഏത് ബോണ്ടാണ്? ഇംഗ്ലീഷ് ബോണ്ടാണ് നമ്മൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണ്ടായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി എന്താണ് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പം നമുക്കിതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വ്യൂ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണിത് ഇംഗ്ലീഷ് ബോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബോണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ അടിയിലത്തെ ലെയർ, ഇത് ഓരോ ലെയറാണല്ലോ. ഇപ്പോൾ നമ്മളിങ്ങനെ ആദ്യത്തെ ലെയർ വെച്ച്, രണ്ടാമത്തെ ലെയർ വെച്ച്, ഇങ്ങനെയാണല്ലോ നമ്മൾ മുകളിലേക്ക് വോൾ കെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ഫേസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഫേസാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഫേസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഫേസാണ്. അപ്പോൾ ആ ലെയർ കഴിഞ്ഞ് തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഹെഡർ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ ഏതാണ്, സ്ട്രക്ചർ ഫേസ് ആണ്. പിന്നെ തൊട്ട് മുകളിൽ ഹെഡർ ഫേസ്. ഇങ്ങനെ ഒന്നിടവിട്ട ലെയറുകളിൽ ഇംഗ്ലീഷ് സ്ട്രക്ചർ ഫേസും ഹെഡർ ഫേസും കൊടുക്കുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഒന്നിടവിട്ട ലെയറുകളിൽ, ഒരേ ലെയറിലല്ല കേട്ടോ, ഒന്നിടവിട്ട ലെയറുകളിൽ, ഒരു ലെയറിൽ സ്ട്രക്ചർ ആണെങ്കിൽ ഒരു ലെയറിൽ ഹെഡർ, ഒരു ലെയറിൽ, അങ്ങനെ ഒന്നിടവിട്ട ലെയറുകളിൽ നമ്മൾ സ്ട്രക്ചർ ബോണ്ടും ഹെഡർ ബോണ്ടും കൊടുക്കുകയാണെങ്കിൽ അത്തരം ബോണ്ടിനെ പറയുന്ന പേരാണ് എന്ത്, ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമുക്ക്, നിങ്ങളിതിൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെഡർ ബോണ്ടിൻ്റെ കൂടെ അവരൊരു ക്യൂൻ ക്ലോസർ കൊടുത്തിട്ടുണ്ട്. അതായത് ലെങ്ത് വൈസിൽ കട്ട് ചെയ്തെടുക്കുന്ന ബ്രിക്കിനെയാണ് നമ്മൾ ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യൂൻ ക്ലോസർ കൊടുത്തിട്ടുണ്ട്. എന്തിനായിരിക്കും ക്യൂൻ ക്ലോസർ കൊടുത്തിട്ടുള്ളത്? അതായത് ഇപ്പോൾ ക്യൂൻ ക്ലോസർ കൊടുക്കാതെ നമ്മൾ ഒരു ഹെഡറും കൂടി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ആ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒരുപോലെ വരും അല്ലേ. അപ്പോൾ ആ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒരുപോലെ വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ക്യൂൻ ക്ലോസർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലളിതമായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുക, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഒന്നിടവിട്ട ലെയറുകളിൽ സ്ട്രക്ചർ ബോണ്ടും ഹെഡർ ബോണ്ടും സ്ട്രക്ചറും ഹെഡറും കൊടുത്ത് നിർമ്മിക്കുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. എന്താണ്, ഒന്നിടവിട്ട ലെയറുകളിൽ സ്ട്രക്ചറും
ഹെഡറും ഒന്നിടവിട്ട ലെയറുകളിൽ കൊടുത്ത് നിർമ്മിക്കുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വെർട്ടിക്കൽ ജോയിൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു? ഹെഡറിൻ്റെ കൂടെ നമ്മൾ ക്യൂൻ ക്ലോസർ കൊടുക്കുന്നു. ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബോണ്ടിനെ കുറിച്ചിട്ട് എഴുതി വയ്ക്കാം. ജസ്റ്റ് ഈ ഒരു ഫിഗറും കൂടി ഒന്ന് വരച്ച് വയ്ക്കുക. അതിൻ്റെ ഇത്രയും ലെയറൊന്നും വേണ്ട, 2-3 ലെയർ അതിൻ്റെ ചിത്രം കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് കാര്യം അറിയാമെന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇംഗ്ലീഷ് ബോണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ ചിത്രത്തിൽ ഇപ്പം ഇത് കാണിച്ചിരിക്കുന്നത് എലിവേഷൻ ആണ് കേട്ടോ. എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്ന നമുക്ക് പ്ലാൻ ഫോർ 1 ബ്രിക്ക് തിക്ക് വാൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 1 ബ്രിക്ക് വാളിൻ്റെ എന്താണ് പ്ലാനാണ് കൊടുത്തിരിക്കുന്നത്. 1 ബ്രിക്ക് വാളിൻ്റെ പ്ലാനാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലാൻ ആണെന്നുള്ളത്, പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ഒരു 1 ബ്രിക്ക് വാളിൻ്റെ 1 ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ്. അതായത് 1 ബ്രിക്ക് വാൾ എന്ന് പറയുമ്പോൾ എത്രയാ? 1 ബ്രിക്ക് വാളിൻ്റെ ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ആ വാളിൻ്റെ തിക്നെസ് 20 സെൻറ്റിമീറ്റർ ആയിട്ടാണ്. അതായത് 1 ബ്രിക്ക് വാൾ എന്ന് പറയുന്നത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 20 സെൻറ്റിമീറ്ററിൻ്റെ ബ്രിക്ക് വാളാണ്. അതിൻ്റെ കോർണർ വ്യൂ ആണ് ഇവിടെ അവർ കാണിച്ചിട്ടുള്ളത്. ഒരു 1 ബ്രിക്ക് വാളിൻ്റെ, അതായത് 20 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള കനം മീൻസ് വീതിയുള്ള ഒരു വാളിൻ്റെ കോർണർ വ്യൂ ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇനി അപ്പോൾ ഈ ചിത്രത്തിൽ അപ്പോൾ പ്ലാൻ ആണ്, അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണെന്നുള്ളത് ആദ്യം മനസ്സിൽ അങ്ങ് സങ്കല്പിക്കുക കേട്ടോ. ഈ വ്യൂ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണ്. മുകളിൽ നിന്ന് നോക്കണത് ഇതിൻ്റെ ഒരു കോർണറാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രിക്കുകൾ ഇങ്ങനെ അടക്കി വെച്ച് വന്നിട്ട് ലെങ്ത് വൈസിൽ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം സ്ട്രക്ചർ ഫേസിലാണ് ഇരിക്കണത് അല്ലേ. ആദ്യത്തെ ബ്രിക്കുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഇത് 10 അല്ലേ ഉള്ളൂ, ഈ വീതി എന്ന് പറയുന്നത് 10 ആണുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത മുകളിൽ ഒരു അപ്പുറത്തെ സൈഡിൽ ഒരു ബ്രിക്കും കൂടി വെച്ചിട്ട് നമ്മളതിനെ 20 സെൻറ്റിമീറ്റർ വീതിയുള്ള ബ്രിക്ക് വാളാക്കി നമ്മളതിനെ മാറ്റുകയാണ്. അപ്പോൾ തിരിച്ച് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ സ്ട്രക്ചർ അടിയിലും മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ അതെങ്ങനെയായി? ഹെഡറായി അല്ലേ. ഹെഡർ ഫേസിലേക്കാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനൊരു ഒറ്റ ബ്രിക്ക് വെച്ചാൽ മതി. കാരണം എന്താ? അത് 20 സെൻറ്റിമീറ്റർ ആണല്ലോ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് ഒരു ബ്രിക്ക് വെച്ച് ഇങ്ങനെ അവർ എച്ച് എന്ന് വെച്ചിട്ട് പോയിരിക്കണം. കണ്ടേ ഹെഡർ എന്ന് എഴുതിക്കണത്, അത് എച്ച് എന്ന് എഴുതിക്കുന്നത് ഹെഡർ എന്നാണ്, എസ് എന്ന് എഴുതിയത് സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ അതിങ്ങനെ ഈ വെർട്ടിക്കൽ ജോയിൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂൻ ക്ലോസറും കൊടുത്ത് അവർ ആ ഹെഡർ അത് ഒരെണ്ണം വെച്ച് പോകാൻ കാരണം എന്താ? അതിൻ്റെ വീതി 20 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട്. മനസ്സിലായോ? അപ്പോൾ 20 സെൻറ്റിമീറ്റർ നീളമുള്ള, നീളം എന്നല്ല, ഒരു അതിൻ്റെ വീതിയുള്ള വാളിനെ നമ്മൾ പറയുന്നതാണ് 1 ബ്രിക്ക് വാൾ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 1 ബ്രിക്ക് വാളിൽ നമ്മളിത് വെച്ച് ഇത് പ്ലാൻ ആണെന്നുള്ളത് മനസ്സിൽ വിചാരിച്ചില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല കേട്ടോ. പ്ലാൻ ആണ്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 ബ്രിക്ക് വാൾ ആദ്യം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. അതായത് എങ്ങനെ വെച്ചു? ഇങ്ങനെ ഒരു ബ്രിക്കുകൾ ഇങ്ങനെ വെച്ചു, അടുത്ത ബ്രിക്ക് വെച്ചു, അതിൻ്റെ കോർണറിലേക്ക് ഇങ്ങോട്ട് ഒരു മൂല, ഒരു റൂമിൻ്റെ ഒരു മൂലയാണ് ചെയ്യണതെന്ന് വിചാരിക്കുക. ഇനി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ലെയർ വെക്കില്ലേ. ഇതിപ്പോൾ ഒരു ലെയർ വെച്ചു, ഇതിങ്ങനെ ഏറ്റവും അടിയിൽ നമ്മൾ പ്ലിന്തിൻ്റെ മുകളിൽ, അതായത് ബേസ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ലെയർ വെച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെയല്ല നമ്മൾ വെക്കുക അല്ലേ. ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ വോളിന് ഉറപ്പുണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കോഴ്സാണ് ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വെക്കുക. ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ലെയർ ഇവിടെ ഇങ്ങനെ ഇതുപോലെ വെച്ചത്, അതായത് സ്ട്രക്ചർ ഫേസിലാണ് വെച്ച്. പിന്നെ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എങ്ങനെ വെക്കണം? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹെഡർ ഫേസിൽ നമ്മളത് വെക്കണം. അതുപോലെ തന്നെ തിരിച്ച് ഇപ്പുറത്തെ കോർണറിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഹെഡർ ആയിരുന്നു, പക്ഷേ ഇവിടത്തേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സ്ട്രക്ചറായി. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ സൈറ്റിലേക്ക് നമ്മൾ ബ്രിക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അടക്കി വെക്കില്ലേ. ആ അടക്കി വെക്കുമ്പോൾ ഒരെണ്ണം നീളനെ വെച്ചാൽ അതിൻ്റെ മുകളിൽ വെക്കുന്ന ലെയർ നമ്മൾ എങ്ങനെയാണ് പിന്നെ തിരിച്ചല്ലേ വെക്കുക. അപ്പോൾ ഓടൊക്കെ അടക്കി വെക്കണം കണ്ടിട്ടില്ലേ നിങ്ങൾ? ആദ്യം നമ്മൾ ഇങ്ങനെ വെക്കും, അതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലെ ലെയർ എന്ന് പറയുന്നത് തിരിച്ചു വെക്കും. ആ സെയിം സാധനം തന്നെ, അതായത് കുറച്ചുകൂടെ ഉറപ്പും ബലവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അങ്ങനെ. അതായത് ആദ്യം
ആദ്യത്തെ ലെയറിൽ നമ്മൾ സ്ട്രക്ചർ ഫേസ് ആണ് വെച്ചത്, മുകളിൽ ഇങ്ങനെ അടക്കി വെച്ചു, ഒരു ലെയറായിട്ട് ഇങ്ങനെ വെച്ചു. അതിനുശേഷം അതിന് മുകളിൽ വെക്കുന്ന ലെയർ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ ജോയിൻസ് വരും അല്ലേ? അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ട്രക്ചർ ഫേസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹെഡർ ഫേസ് വയ്ക്കും. ഇനി ഈ കോർണർ വാള് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹെഡർ എന്ന് എഴുതിയിരിക്കണ കാണാം, ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ സ്ട്രക്ചർ എന്ന് എഴുതിയിരിക്കണ കാണാം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേണം നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേണം നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കോഴ്സുകളെ ഓഡ് കോഴ്സ്, ഈവൺ കോഴ്സ് എന്നാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത്. ഇതിനെ ഓഡ് കോഴ്സ് എന്നും ഇതിനെ ഈവൺ കോഴ്സ് എന്നാണ് പറയുന്നത്. ഓഡ് കോഴ്സ് ഇതിലിപ്പോൾ ഒന്ന് ഒറ്റ ബ്രിക്ക് ആയിട്ടല്ലേ വെക്കണേ. ഇതിൽ നോക്കിയാൽ 20 എന്നുള്ളതിനെ 2 ബ്രിക്ക് വെച്ചാൽ നമുക്കിവിടെ 20 ആവുള്ളൂ. അപ്പോൾ ഇത് ഈവൺ കോഴ്സും മറ്റേത് ഓഡ് കോഴ്സ് എന്നാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഓഡ് കോഴ്സ്, ഈവൺ കോഴ്സ് ഇങ്ങനെ 2 ലെയറുകളായിട്ടാണ്. അപ്പോൾ ആദ്യം ഈ ലെയർ വെച്ചു, ഈ ലെയറിലാണ് നമ്മൾ ബ്രിക്ക് വെച്ചത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെയറിൽ ബ്രിക്ക് വെച്ചു അതിൻ്റെ മുകളിൽ, പിന്നെ വീണ്ടും ഈ ലെയർ തന്നെയാണ് അതിൻ്റെ മുകളിൽ വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളെ ലെയറുകൾ അതിൻ്റെ മുകളിലേക്ക്. ഇതിപ്പോൾ പറയുമ്പോൾ അത് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വരച്ചിട്ട് ഞാൻ ഒന്നുകൂടെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് നിർബന്ധമായും വരച്ചിരിക്കണം, കാരണം ഇത് ട്രേഡ് ഡ്രോയിങ്ങിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇത് നമ്മൾ വരച്ച് പഠിക്കേണ്ടതാണ്. 1 ബ്രിക്ക് വാളിൻ്റെ ഇംഗ്ലീഷ് ഫോണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു വരച്ച് പഠിക്കേണ്ടതാണ്. അതായത് ഇതിൽ ഒരേ ഒരു ലോജിക്കേ ഉള്ളൂ ഇതിന്. അതായത് ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ, അതായത് ഒരു സ്ട്രക്ചർ ഫേസിൻ്റെ മുകളിൽ അടുത്ത സ്ട്രക്ചർ ഫേസ് വരില്ല. പകരം നമ്മൾ അവിടെ കൊടുക്കുന്നത് എന്താണ്? ഹെഡർ ഫേസ് ആണ്. ഇതാണ് ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ഒരു സ്ട്രക്ചർ ഫേസിലുള്ള ഒരു ബ്രിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കുന്നത് ഹെഡർ ഫേസിലുള്ള ബ്രിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു തിങ്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോയിങ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അത് തിയറിയിൽ മാത്രമല്ല ഡ്രോയിങ്ങിലും ആവശ്യമുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓഡ് കോഴ്സ്, ഈവൺ കോഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ ഈ 2 ലെയറിനെ നമ്മൾ അറിയപ്പെടുന്നത്. ആകെ 2 ലെയറാണുള്ള, പിന്നെ വീണ്ടും ഒന്നാമത്തെ ലെയർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും അല്ലേ? പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ, പിന്നെ വീണ്ടും ഒന്നാമത്തെ ലെയർ, ഇങ്ങനെയാണ് മുകളിലേക്ക് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ 1 ബ്രിക്ക് വാളിൻ്റെ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യത്തെ മുകളിൽ കാണിച്ചിട്ടുള്ള 2 എണ്ണമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ 1 ബ്രിക്ക് വാൾ എന്ന് പറയുന്ന സമയത്ത് 1 ബ്രിക്ക് വാളിൻ്റെ തിക്നെസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. 1 ബ്രിക്ക് വാളിൻ്റെ തിക്നെസ് എത്ര? 20 സെൻറ്റിമീറ്റർ. അതായത് ആ വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ട് അടിയിൽ നോക്കിയാൽ കാണാം പ്ലാൻ ഫോർ 1.5 ബ്രിക്ക് തിക്ക് വാൾ എന്നുള്ളത് കാണാം. എന്താണ്? 1.5 ബ്രിക്ക് തിക്ക് വാൾ എന്നുള്ളത് കാണാൻ പറ്റും. 1.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 1 എന്ന് പറയുമ്പോൾ 20ഉം ഹാഫ് എന്ന് പറയുമ്പോൾ 10ഉം ആണ് വരുന്നത് അല്ലേ? അപ്പോൾ 20ഉം 10ഉം 30 സെൻറ്റിമീറ്ററിൻ്റെ വാള്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് 1 ബ്രിക്ക് വാൾ എന്നാണ് പറഞ്ഞത്. രണ്ടാമത് പറയണത് ഏതാണ്? 1.5 ബ്രിക്ക് വാളാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആ ബ്രിക്ക് വാളിൻ്റെ തിക്നെസ് എത്രയായിരിക്കും? 30 സെൻറ്റിമീറ്റർ ആയിരിക്കും വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതായത് ചുമരിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ആ 30 സെൻറ്റിമീറ്റർ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇത് വെക്കേണ്ടി വരും? 2 ബ്രിക്ക്. പ്ലാനാണ് കേട്ടോ, ഇതൊക്കെ പ്ലാനാണ്, മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. ആ ഒരു രീതിയിൽ വേണം നിങ്ങളിതിനെ നോക്കിക്കാണാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? സ്ട്രക്ചർ ആദ്യം അടിയിൽ സ്ട്രക്ചർ ഫേസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹെഡർ ഫേസിൽ ഇങ്ങനെ വെച്ച് ബ്രിക്ക് ഇങ്ങനെ അടക്കി വെച്ച് വരികയാണ്. പിന്നെ എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇപ്പോൾ അടിയിൽ സ്ട്രക്ചർ ഫേസ് അല്ലേ ഇരിക്കണേ, ഇതിൻ്റെ മുകളിൽ ലെയർ വെക്കുമ്പോൾ എങ്ങനെ വെക്കും? അടിയിൽ ഹെഡർ ഫേസ് ആണ് വരിക. കാരണം ഈ ഒരു ടൈപ്പിൽ വരും, നമുക്ക് നേരെ ഓപ്പോസിറ്റ് വരും. കണ്ടോ? നിങ്ങൾക്കിത് മനസ്സിലാവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അതായത് ഇത് സ്ട്രക്ചർ ഫേസും ഇവിടെ ഹെഡർ ഫേസും ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ നോക്കിയേ, ഇവിടെ എച്ചും ഇവിടെ എസ്സും ആണ് വന്നിട്ടുള്ളത്. അതായത് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ആ അടക്കി വെക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഓട് ബ്രിക്കൊക്കെ നമ്മളിങ്ങനെ അടക്കി വെക്കുന്ന ആ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 2 ബ്രിക്ക് വാളുണ്ട്. അതായത് 40 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള വാളുണ്ട്.
അപ്പോൾ 20 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ, ഇങ്ങനെ 3 ടൈപ്പ് വാളുകളെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ പറയണുള്ളൂ. 40 സെൻറ്റിമീറ്റർ വരെയുള്ള വാളുകളെ കുറിച്ച് നമ്മൾ പറയുന്നുള്ളൂ. അതായത് 20, 30, 40. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹോളോ ബ്രിക്സിൻ്റെ വാളിൻ്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതും ഇതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട. നമ്മളിവിടെ തിയറിക്കലി നമ്മൾ പഠിക്കുന്നത് ബ്രിക്ക്, നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ബ്രിക്കുകളുടെ വാളുകളെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. അതിൽ 1 ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ വീതിയുള്ള വാളും, 1.5 ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള വാളും, 2 ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള വാളിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് ബോണ്ടുകൾ നമ്മൾ വരയ്ക്കണം. ഇതൊക്കെ വരച്ച് പഠിക്കേണ്ടതാണ്. മനസ്സിലായി? ഇതിൽ 2.5 ബ്രിക്ക് വാൾ പറയുന്നുണ്ട്, അതും വേണ്ട. നമുക്ക് ഈ ആദ്യത്തെ 3 എണ്ണമാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ടിലെ ആദ്യത്തെ 3 എണ്ണം, ഇത് 3ഉം നിങ്ങൾ വരച്ച് പഠിക്കേണ്ടതാണ്. 1 ബ്രിക്ക് വാളും, 1.5 ബ്രിക്ക് വാളും, അതുപോലെ തന്നെ 2 ബ്രിക്ക് വാളും. ഇതൊക്കെ എന്താണ് ശരിക്ക്? ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പ്ലാനാണ് ഈ 20 സെൻറ്റിമീറ്റർ വാളിൻ്റെയും 30 സെൻറ്റിമീറ്റർ വാളിൻ്റെയും 40 സെൻറ്റിമീറ്റർ വാളിൻ്റെയും പ്ലാനാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അത് വെക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സ്ട്രക്ചറും ഹെഡറും ഒരുപോലെ, വെർട്ടിക്കൽ ജോയിൻസ് ഒരുപോലെ വരാത്ത രീതിയിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് വരച്ച് ഒന്നുകൂടി വേറെ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നിങ്ങളിതിനെ നിങ്ങളുടേതായ രീതിയിൽ മാക്സിമം വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഐഡിയയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ പറഞ്ഞ തിയറി വെച്ചിട്ട് നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് ഇത് വരച്ച് പഠിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബോണ്ട് കൺസ്ട്രക്ട് ചെയ്യാനൊന്നും പോകണില്ല. പക്ഷെ പരീക്ഷയ്ക്ക് ബോണ്ട് ചോദിക്കും, ഉറപ്പാണ്. അപ്പോൾ നമുക്കിത് വരയ്ക്കാനായിട്ട് അറിയണം. അപ്പോൾ അതിനു വേണ്ടി എങ്ങനെ ഇത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്കിത് കൂടുതൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ നിങ്ങളത് പഠിക്കുക. ഇപ്പം ഞാൻ പറയുമ്പോൾ ഇങ്ങനെയാണ്, അതായത് നമുക്കൊരു സ്ട്രക്ചർ ഫേസ് അല്ലെ ഒരു ബ്രിക്ക് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന ബ്രിക്ക് ഹെഡർ ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ തിയറി, ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു ഹെഡർ ഫേസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തായിരിക്കണം? സ്ട്രക്ചർ ഫേസ് ആയിരിക്കണം. ഒരു സ്ട്രക്ചർ ഫേസ് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഹെഡർ ഫേസ് വരണം. അതായത് വെർട്ടിക്കൽ ജോയിൻസുകൾ ഒരുപോലെ വരാനായിട്ട് പാടില്ല. ഈ 2 തിയറി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോണ്ടുകൾ നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇതിൽ 2 എണ്ണം കാണിച്ചിട്ടുള്ളത് എന്താണെന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. അതാണ് ഞാൻ പറഞ്ഞത്, 2 ലെയറുകളാണ്. ആ റിപ്പീറ്റേഷനാണ് പിന്നെ ആ ലെയറുകളൊക്കെ. ആദ്യത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, പിന്നെ വീണ്ടും 1ാമത്തെ ലെയർ, പിന്നെ വീണ്ടും 2ാമത്തെ ലെയർ, പിന്നെ വീണ്ടും ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെയാണ് നമ്മളത് ലെയറുകൾ കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നത്. ആ ലെയറുകളെയാണ് ഇവിടെ 2 എണ്ണമായിട്ട് ഓഡ് കോഴ്സ്, ഈവൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ 2ഉം വരയ്ക്കണം, ഒരെണ്ണം മാത്രം വരച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഈ 3 ബോണ്ട് വരച്ചാലും, അതായത് 1 ബ്രിക്ക് വാൾ വരച്ചാലും, 1.5 ബ്രിക്ക് വാൾ വരച്ചാലും, 2 ബ്രിക്ക് വാൾ വരച്ചാലും ഈ എലിവേഷൻ ഇതുപോലെ തന്നെ ഇരിക്കും. ഒരു മാറ്റവും ഉണ്ടാവില്ല. എലിവേഷൻ ഇതുപോലെ തന്നെ നമുക്കിരിക്കും. അതാണ് ഇവർ ഒറ്റ എലിവേഷനായിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ബോണ്ട് വരയ്ക്കുമ്പോൾ ഒരേപോലെ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ എലിവേഷനും കൂടി വരച്ചിട്ടാണ് അവസാനിപ്പിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ നമുക്ക് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. എന്നാലും നിങ്ങളിത് വീട്ടിലിരുന്നിട്ട് ഈ ബോണ്ടുകൾ വരച്ച് പഠിക്കണം. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഇത് വരച്ച് പഠിക്കണവർക്ക് അങ്ങനെ പഠിക്കാൻ സമയമുള്ളവർ, ഇല്ലെങ്കിൽ ഇത് എങ്ങനെയാണിത് വരയ്ക്കുന്നത്? കാരണം തീർച്ചയായിട്ടും ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? ഒന്നിടവിട്ട ലെയറുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രക്ചറും ഹെഡറും കൊടുക്കുന്നു. ആദ്യത്തെ ലെയറിൽ സ്ട്രക്ചർ, രണ്ടാമത്തെ ലെയറിൽ ഹെഡർ, ഇങ്ങനെ 3ാമത്തെ ലെയറിൽ സ്ട്രക്ചർ, ഇങ്ങനെ ഒന്നിടവിട്ട ലെയറുകളിൽ സ്ട്രക്ചറും ഹെഡറും കൊടുത്ത് നിർമ്മിക്കുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംഗ്ലീഷ് ബോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത് ബോണ്ടുകളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഇനി ഇതിൽ വെർട്ടിക്കൽ ജോയിൻസ് വരുന്നത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡറിൻ്റെ കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? ക്യൂൻ ക്ലോസർ കൊടുക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിച്ചാൽ തന്നെ ഇംഗ്ലീഷ് ബോണ്ടിനെ കുറിച്ച് ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗറും കൂടി എഴുതിക്കുക. കഴിഞ്ഞതിൻ്റെ എപ്പോഴോ ഒരു മുന്നത്തെ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. എന്താണ്? ഒന്നിടവിട്ട ലെയറുകളിൽ സ്ട്രക്ചർ ഫേസും ഹെഡർ ഫേസും കൊടുക്കുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംഗ്ലീഷ് ബോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതാണ് ഫ്ലെമിഷ് ബോണ്ട്. അതവിടെ നിൽക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ബോണ്ട് എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെമിഷ് ബോണ്ടിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നിങ്ങളത് ചെയ്ത് നോക്കണം, വരച്ച് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഇതേപോലെ തന്നെ ഇതിന് മെഷർമെൻറ്റ്സ് ഉണ്ട്. 20 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു ലെങ്ത്തിന്, ഒരു സ്ട്രക്ചറിൻ്റെ ലെങ്ത്തിന് നമ്മൾ 2 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ വിഡ്ത്തിന് നമ്മൾ വരയ്ക്കുന്നത് 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 അങ്ങനെ വരച്ച് പഠിക്കുമ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ സ്കെയിലിൽ സെൻറ്റിമീറ്ററിലല്ലേ വരയ്ക്കുക. അപ്പോൾ 2 സെൻറ്റിമീറ്റർ, 4, 6, 8, 10. ഇതിവിടെ ഇങ്ങനൊരു സിമ്പൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സിമ്പൽ എന്താണെന്നുള്ളത് അറിയോ? ഈ സിമ്പലിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? കട്ടിങ് ലൈനാണിത്. അതായത് ഈ സിമ്പൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതുപോലെ തന്നെ അവർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അങ്ങനൊരു സിമ്പൽ. എന്താണ്? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ ഒരു എഡ്ജ് ക്ലോസ് ചെയ്ത് കാണിക്കാനാണ് നമ്മളോട് പറയുക. അപ്പോൾ അത് ഞാൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഓഡ് കോഴ്സും ഈവൺ കോഴ്സും എങ്ങനെ വരുന്നു എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് വരച്ച് പഠിക്കണം കേട്ടോ. അത് 1 ബ്രിക്ക് വാളും വരയ്ക്കണം, 1.5 ബ്രിക്ക് വാളും വരയ്ക്കണം, അതുപോലെ തന്നെ 2 ബ്രിക്ക് വാളും വരയ്ക്കണം. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. 1 ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള വാളാണെന്നും 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള വാളാണെന്നും 2 ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള വാളാണെന്നും. ഇതൊക്കെ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ട് അടിയിലുള്ളതുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, നമുക്ക് പഠിക്കാനില്ലാത്തതാണ്. ഈ ആദ്യത്തെ 3 എണ്ണം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ ഈ ആദ്യത്തെ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് ബോണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് ഫ്ലെമിഷ് ബോണ്ടല്ല. ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പ്രത്യേകതകളും അതിൽ ഉപയോഗിക്കുന്ന ബോണ്ടിൻ്റെ ഇഷ്ടികകൾ അടക്കി വയ്ക്കുന്ന രീതിയുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ. അപ്പോൾ ഈ ഒരു ബോണ്ടുകളൊന്ന് നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കണം കേട്ടോ. മെഷർമെൻറ്റിൽ നീളമുള്ളതിനെ 2 ആക്കിയിട്ടും 2 സെൻറ്റിമീറ്റർ ആക്കിയിട്ടും നീളം കുറഞ്ഞതിന് 1 സെൻറ്റിമീറ്റർ. ഇനിയിപ്പോൾ ക്യൂ ക്ലോസർ വരികയാണെന്നുണ്ടെങ്കിലോ, ക്യൂ എഴുതിക്കണുണ്ടോ, ക്യൂ ക്ലോസർ ആണെന്നുണ്ടെങ്കിൽ 1ൻ്റെ പകുതി വരും, 5 മില്ലിമീറ്റർ ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്ത് ഇതൊന്ന് നിങ്ങൾ വരയ്ക്കാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഓക്കെ. കാരണം രണ്ടും കൂടി പറഞ്ഞാലേ കൺഫ്യൂഷൻ ആവേ. ഇംഗ്ലീഷ് ബോണ്ട്